പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുടെ പരിമിത ഫലമായി ഉണ്ടാകുന്ന പല സംഭവ വികാസങ്ങളും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. അത് കൊണ്ടെത്തിച്ചത് കുടുംബകലഹത്തിലോ ഒളിച്ചോട്ടത്തിലോ ഒന്നുമല്ല, 3 പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിലാണ് അത് കലാശിച്ചത്. തെലുങ്കാനയിലെ സംഗരാഡിയിലാണ് സംഭവം. അടുത്തിടെയാണ് രജിത എന്ന 38-കാരിയായ അധ്യാപിക തന്റെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാനിടയായത്. അവിടെ വെച്ച് തന്റെ പഴയൊരു കൂട്ടുകാരനെ കണ്ടുമുട്ടുകയും ഇരുവരും തമ്മിൽ സൗഹൃദത്തിലാവുകയും ചെയ്തു. ഒടുവിൽ ഈ സൗഹൃദം ബലപ്പെട്ട് അത് അടങ്ങാത്ത പ്രണയമായി രൂപം പ്രാപിക്കുകയായിരുന്നു. അങ്ങനെ തന്റെ കാമുകനൊപ്പം ജീവിക്കണമെന്ന രജിതയുടെ ആഗ്രഹം ശക്തമായി. എന്നാൽ ഇതിന് തടസ്സമായി രജിതയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് 12ഉം 10ഉം 8ഉം വയസ്സുള്ള തന്റെ 3 ആൺമക്കളാണ്. ഇതിനിടെ രജിത നിലവിലെ ഭർത്താവുമായുള്ള ദാമ്പത്യത്തിൽ ഒട്ടും സന്തോഷവതിയായിരുന്നില്ല. അതും പുതിയ കാമുകനിലേക്ക് രജിതയെ കൂടുതൽ അടുപ്പിക്കാനിടയായി. തുടർന്ന് കഴിഞ്ഞ മാർച്ച് 27-നാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടാകുന്നത്. അന്ന് രജിതയുടെ ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചെത്തിയപ്പോഴാണ് രജിത തളർന്നു കിടക്കുന്നത് കാണുന്നത്. കൂടാതെ 3 ആൺമക്കളും ബോധരഹിതരായ അവസ്ഥയിലുമായിരുന്നു. തുടർന്ന് ഇദ്ദേഹം അയൽവാസികളെ വിവരം അറിയിക്കുകയും 4 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ചികിത്സയിലിരിക്കെ 3 ആൺകുട്ടികളും മരണത്തിന് കീഴടങ്ങി. രജിതയുടെ നില ഗുരുതരമായിരുന്നില്ല. അത്താഴത്തിന് താനും കുട്ടികളും തൈര് കഴിച്ചിരുന്നു എന്നും അതിനുശേഷമാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതെന്നും രജിത ഭർത്താവിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷ്യവിഷബാധ ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. ഇതിനു പിന്നാലെയാണ് 3 കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കുട്ടികളുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ശ്വാസതടസ്സം മൂലമാണെന്നാണ്. ഇതോടെ പോലീസിന്റെ സംശയം ആദ്യം രജിതയുടെ ഭർത്താവിലേക്കായി. തുടർന്ന് ഭർത്താവിനെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും സംഭവത്തിൽ വലിയ തുമ്പൊന്നും പോലീസിന്. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രജിതയെ പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. ഇവരുടെ മൊഴികളിൽ സംശയം തോന്നിയ പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് എല്ലാ കുറ്റങ്ങളും സമ്മതിക്കുന്നത്. രജിതയും കാമുകനും വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്നു എന്നും എന്നാൽ കുട്ടികളില്ലാതെ വന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്നും അയാൾ പറഞ്ഞിരുന്നതായി രജിത പറയുന്നു. അങ്ങനെയാണ് കുട്ടികളെ ഇല്ലാതാക്കാൻ രജിത തീരുമാനിച്ചത്. ഭർത്താവ് ജോലിക്ക് പോയ സമയം രജിത കുട്ടികൾ ശ്വാസം മുട്ടിച്ചാണ് കൊന്നത്. ശേഷം അത്താഴത്തിനു ശേഷം കുഴഞ്ഞു വീണതാണെന്ന് വരുത്തി തീർക്കാൻ ഭക്ഷണ സാധനങ്ങൾ തറയിൽ ഇടുകയും ഭർത്താവ് വരുന്നതിന് മുമ്പായി ചെറിയ അളവിൽ രജിത വിഷം കഴിക്കുകയും ആയിരുന്നു. ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ ആർക്കും സംശയം തോന്നാതിരിക്കാനാണ് ഈ നീക്കം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ രജിതയെയും കാമുകനായ ശിവകുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.